അങ്ങനെ ഞാനും തായ്ലാൻഡിലെത്തി. ബാങ്കോക്കിലെ ഏതോ ഒരു മൂലക്കലുള്ള ഒരു വില്ലേജിലാണ് ഞാൻ റൂം എടുത്തത്. ഐ മീൻ റൂമല്ല, ഒരു വീടാണ് ഞാൻ എടുത്തത്. ആ വീട്ടിൽ കിച്ചണും ബാക്കി എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. ഒരു നേറ്റീവായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, അവിടുത്തെ ലോക്കൽസായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ റൂമൊക്കെ എടുത്തത്. ആ നാട്ടിലെ ഒരേ ഒരു ഫോറിനർ, ആ ഒരു നാട്ടിലെ ഒരേ ഒരു ഫോറിനർ ഞാൻ മാത്രമാണ്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെയുള്ള ആളുകളൊക്കെ എന്നെ നോക്കാൻ തുടങ്ങി. ഇവനേതറാ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഹായ് ഹലോ എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയും. എനിക്ക് ആകെ അറിയുന്നൊരു ഭാഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാത്തി ഖാബ്, കപൂൻ ഖാബ്, ഈ സംഗതി മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഒരു സംഗതിയും ഒരു വാക്കുകളും എനിക്കറിയില്ല, അവരുടെ ഭാഷ അറിയില്ല. അവിടുത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മളെ നാട്ടിലൊക്കെ യൂഷ്വലി ഒരു നോർമലായിട്ടുള്ള ഇംഗ്ലീഷെങ്കിലും അറിയാമല്ലോ, പക്ഷെ അവർക്കൊന്നും കൂടുതലായിട്ടൊന്നും ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പം അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ മനസ്സിലാവും. അങ്ങനെ അറിയാത്ത ഭാഷയിൽ അങ്ങനെ കാണിച്ചും. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, പക്ഷേ ഏതായാലും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൂടുതൽ സമയം ഞാൻ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ.